ഇനി സൂറത്ത് അഹ്സാബിലെ 25-ാമത്തെ ആയത്താണ് ജബ്ബാർ കൈയാളുന്നത്. വറദ്ദല്ലാഹുല്ലദീന കഫറൂ ബിഗൈളിഹിം ലം യനാലൂ ഖൈറാ വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ വകാനല്ലാഹു ഖവിയ്യൻ അസീസാ. നിഷേധികളെ അവരുടെ ഗൈദ് കടുത്ത കോപം ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും നേരെ അവർ വെച്ചു പുലർത്തുന്ന കഠിനമായിട്ടുള്ള കോപത്തോടൊപ്പം അള്ളാഹു നിഷേധികൾ അല്ലെങ്കിൽ ശത്രുക്കളെ തിരിച്ചയച്ചു. ലം യനാലു ഖൈറ, അവർക്കൊരു നേട്ടവും കൊയ്യാനായില്ല. എന്തുദ്ദേശമാണോ അവർ വന്നിട്ടുള്ളത് അതവർക്ക് നേടാനായില്ല എന്ന് മാത്രമല്ല, ഈ യാത്രയിൽ അവർക്ക് ഒരു മെച്ചവും കിട്ടിയില്ല. ആ നിലക്കാണ് അള്ളാഹു അവരെ തിരിച്ചയച്ചിട്ടുള്ളത്. വഖഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ, ഇതോടുകൂടി സത്യവിശ്വാസികൾക്ക് അള്ളാഹു യുദ്ധം അവസാനിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. വകാനല്ലാഹു ഖവിയ്യൻ അസീസ, അള്ളാഹു ശക്തനും പ്രതാപവാനുമാണ്. ഇതാണ് 25-ാമത്തെ ആയത്ത്. ഇതിനെ പറ്റിയാണ് ഇനി ജബ്ബാറിന് പറയാനുള്ളത്. ഇവിടെ അള്ളാഹു അവരെ തിരിച്ചയച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ പരാജയപ്പെടുത്തി മുസ്ലിങ്ങൾക്ക് വിജയം നൽകി എന്നതാണ്. ഇവിടെ ജബ്ബാർ പറയുന്നത് അള്ളാഹുവിൻ്റെ ശക്തി കൊണ്ടല്ല, സൽമാൻ്റെ ബുദ്ധി കൊണ്ടാണ് ഖന്തക്ക് യുദ്ധം വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഖന്തക്ക് യുദ്ധം നടക്കാതെ പോയിട്ടുള്ളത്, വിജയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് യുദ്ധം നടക്കാതെ പോയത്. യുദ്ധം നടക്കാതെ പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു ഭാഗത്ത് വിജയം എന്ന് പറഞ്ഞത്. എന്തുദ്ദേശിച്ചാണോ ശത്രുക്കൾ അവിടെ വന്നിരുന്നത്, മദീനയെ കുട്ടിച്ചോറാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും നശിപ്പിച്ചിട്ട് ശ്രീലാളിതരായിട്ട് മക്കയിലേക്ക് തിരിച്ചു പോവാൻ, മക്കയിലേക്ക് മാത്രമല്ല ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഓരോ വിഭാഗത്തിനും അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോരാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഈ സംഘം വന്നിട്ടുള്ളത്. പക്ഷേ മദീനയുടെ അടുത്തെത്തിയപ്പോൾ അങ്ങോട്ട് കടക്കാൻ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യമായി. അതോടുകൂടി അവരെ യുദ്ധലക്ഷ്യം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മറുപക്ഷം വിജയിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് അംഗീകരിക്കാനുള്ള മാനസികമായിട്ടുള്ള സത്യസന്ധത, വിവേകം എന്ന് പറയുന്നത് ജബ്ബാറിനെ പോലുള്ള യുക്തിവാദിക്ക് ഉണ്ടായില്ലെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അയാളുടെ സ്വഭാവമാണത്. അതുകൊണ്ടാണ് അയാൾ അവിടെ യുദ്ധം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും വിജയിച്ചു എന്ന് പറയാതെ യുദ്ധം നടക്കാതെ പോയത്. എന്ന് മാത്രമല്ല, ഇവിടെ ജബ്ബാർ പറയുന്ന മറ്റൊരു വിഡ്ഢിത്തം എന്താണ്? അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടല്ല, സൽമാൻ്റെ ബുദ്ധി കൊണ്ടാണെന്നാ. ഇവിടെ അള്ളാഹു സൽമാനെ സൃഷ്ടിച്ചതാരാണ്? സൽമാന് ഈ ബുദ്ധി വൈഭവം കൊടുത്തിട്ടുള്ളതാരാണ്? ഇത്തരം ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഈ ഒരു സംഗതി ഓർത്തെടുക്കാനുള്ള ഓർമ്മശക്തി നൽകിയതാരാണ്? ഇതൊക്കെ വളരെ ചിന്തനീയമായിട്ടുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ്. ജബ്ബാറിന് ഒറ്റയടിക്ക് ഇതിൻ്റെ ഒന്നും പിന്നിൽ അല്ലല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാൽ മതി. യഥാർത്ഥത്തിൽ ലോകത്ത് ഒരു സംഭവവും അതിൻ്റെ പിന്നിൽ ഒരു ശക്തി ഇല്ലാതെ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ജബ്ബാറിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ ഖുർആനിനെ ജബ്ബാർ പറയുന്ന ഖണ്ഡനം എന്ന് പറയുന്ന ഈ സംഗതി പോലും ജബ്ബാർ എന്ന് പറയുന്ന ഒരുത്തനെ പിന്നിലുണ്ടായിട്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ ലോകത്ത് ഏത് സംഗതി നടക്കുന്നുണ്ടെങ്കിലും ആ സംഗതിക്ക് പിന്നിൽ ഒരാളുണ്ടാവും, ഒരു ശക്തി ഉണ്ടാവും. അപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി കിട്ടണം. അതുപോലെ സൽമാനെ സൃഷ്ടിച്ചത് ആരാണ്? സൽമാനിന് ബുദ്ധി കൊടുത്തത് ആരാണ്? സൽമാനിന് സന്നിഗ്ധ ഘട്ടത്തിൽ ഓർത്തെടുക്കാനുള്ള ഓർമ്മശക്തി നൽകിയത് ആരാണ്? ഈ ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ജബ്ബാർ ബാധ്യസ്ഥനുമാണ്. പക്ഷേ ജബ്ബാറിൻ്റെ ഭാഗത്തു നിന്ന് അതിന് മറുപടി ഉണ്ടാവില്ല. ഒറ്റ ശ്വാസത്തിൽ ദൈവമില്ല എന്ന് പറഞ്ഞാൽ ജബ്ബാറിൻ്റെതൊക്കെ കഴിഞ്ഞു എന്നാണ് ജബ്ബാർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സൽമാന് ഇങ്ങനെയുള്ള ഒരു തന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് നൽകിയത് അള്ളാഹുവാണ്. ആ കഴിവിൻ്റെ ഉടമയായിട്ടുള്ള സൽമാനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് അവസരത്തിനൊത്ത് അത് തൻ്റെ പ്രവാചകൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഓർമ്മശക്തി നൽകിയത് അള്ളാഹുവാണ്. തുടർന്ന് ജബ്ബാർ പറയുന്നൊരു സംഗതി, ആയിരക്കണക്കിന് ആളുകൾ
മാസത്തോളം അല്ലെങ്കിൽ മാസങ്ങളോളം എടുത്തിട്ടാണ് ഈ പണി നടത്തിയിട്ടുള്ളത്. എന്തിനായിരുന്നു ഇവരത്ര കഷ്ടപ്പെടുത്തിയത് എന്നാണ്. ഇത് മറ്റൊരു വിഡ്ഢിത്തം. കാരണം ശത്രു സൈന്യം വാളുവേന്തി വരുന്നത് ഇവരെ തലോടാനല്ല, തല്ലാനാണെന്നുള്ള ബോധ്യം ജബ്ബാറിനെ പോലുള്ളൊരു മരമണ്ടനില്ലെങ്കിൽ ജബ്ബാറിൻ്റെ തന്നെ കൂട്ടത്തിൽ പെട്ട അല്പം വിവേകവും ആലോചനാശീലവും ഒക്കെ ഉള്ള ആളുകൾക്ക് ബോധ്യമാവും. അപ്പോൾ ഒരു ശത്രുവിനെ എങ്ങനെയാണ് തടുത്തു നിർത്തേണ്ടത്, നേരിടേണ്ടത് എന്നത് ആ ശത്രുവുമായി ബന്ധപ്പെട്ട് ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ആലോചിക്കുകയും അതിനനുസരിച്ച് അതിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുകയും രീതികൾ അല്ലെങ്കിൽ അതിനുള്ള മാർഗം കണ്ടെത്തുകയും ഒക്കെ ചെയ്യാന്നുള്ളത് ഒരു രാഷ്ട്രനായകനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന എന്ന് പറയുന്ന കൊച്ചു രാഷ്ട്രത്തിൻ്റെ അധിപനാണ്. തീർച്ചയായിട്ടും അദ്ദേഹം തൻ്റെ അനുയായികളുമായിട്ട് ശത്രുയുദ്ധത്തിന് വരുന്നു എന്ന് പറയുമ്പോൾ അത് കൂടിയാലോചിക്കേണ്ടി വരും. കൂടിയാലോചിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ, അതിൽ സുബദ്ധമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും, ചിലപ്പോൾ ചില അബദ്ധങ്ങളുണ്ടാവാം. അങ്ങനെ സുബദ്ധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അത് നടപ്പുവരുത്താനുള്ളതാണ് നായകൻ എന്നവർക്ക് ആരായിരുന്നാലും ചെയ്യേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ ആളുകൾ ഒരു മാസം കഠിനാധ്വാനം ചെയ്താലും അവരുടെ ജീവനും സ്വത്തിനും അവരുടെ കുടുംബത്തിനുമൊക്കെ സുരക്ഷിതത്വം കിട്ടെങ്കിൽ അതാണല്ലോ അവർ ചെയ്യേണ്ടത്. അതേ അവർ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അതിനെപ്പറ്റിയാണ് ജബ്ബാർ മരമണ്ടനെപ്പോലെ എന്തിനാണ് ഇവർ എത്രയൊക്കെ ഇവരെ കഷ്ടപ്പെടുത്തിയത് എന്ന് ചോദിക്കുന്നത്. മറ്റൊന്ന്, ഈ കിടങ്ങ് കുഴിക്കാനുള്ള ആരോഗ്യം, അതിനുള്ള കരുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സൽമാൻ അടക്കമുള്ള ഈ ആളുകൾക്കൊക്കെ നൽകിയതാരാ? മനുഷ്യൻ്റെ ശരീരത്തിൽ അവന് ആരോഗ്യം ഉണ്ടെങ്കിലേ ഇത്തരം കാര്യങ്ങൾ അവന് ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ അഭിപ്രായ സുബദ്ധത എന്ന് പറയുന്ന ഒന്നുണ്ടാവണമെങ്കിൽ അതിന് തലച്ചോറ് വേണം. അത് ചിന്തിക്കാനും ആലോചിക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ബുദ്ധി വേണം. ഇതൊക്കെ ആര് നൽകിയെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് നൽകിയത്. അക്കൂട്ടത്തിൽ തന്നെയാണ് അള്ളാഹുവാണ് യുദ്ധം പരാജയപ്പെടുത്തിയത്. അതായത് മുസ്ലിങ്ങൾക്ക് വിജയം നൽകുകയും ശത്രുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് എന്നത് ഇതിനോട് ചേർത്ത് വായിക്കാൻ അത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ട. പക്ഷേ മരവിച്ചു പോയ യുക്തിവാദത്തിന് അത് മനസ്സിലാവില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള, അല്ലെങ്കിൽ സഹതാപാർഹമായ, സങ്കടകരം എന്ന് പറയുന്നതിലും അർത്ഥമല്ല, സഹതാപാർഹമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ജബ്ബാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബുദ്ധി കൊണ്ടാണ്, സൽമാൻ്റെ ബുദ്ധി കൊണ്ടാണ് ഖന്തക്ക് യുദ്ധം നടക്കാതെ പോയതെന്നാണ്. മദീനയിലേക്ക് കടക്കാനായില്ല. മദീനയിലേക്ക് കടക്കാനാവാത്തത് കൊണ്ടാണല്ലോ അവർക്ക് അവിടെ യുദ്ധം ചെയ്യാൻ സാധിക്കാതെ പോയത്. മദീനയിലേക്ക് അവർക്ക് കടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? അത് ഓർത്തെടുക്കാൻ ഏതൊരു സാമാന്യ ബുദ്ധിക്കും കഴിയും. പക്ഷേ ജബ്ബാറിന് കഴിയില്ല. കാരണം ജബ്ബാറിന് അങ്ങനെ ഒരു സാമാന്യ ബുദ്ധി ഇല്ല എന്നുള്ളതാണ്. അപ്പം ബുദ്ധി മരവിച്ചു പോയ ജബ്ബാർ പറയുന്നതല്ല വസ്തുതാന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞ റദ്ദല്ലാഹുല്ലദീന കഫറു ലം യനാലു ഖൈറ, അവർക്കൊരു ഗുണവും നന്മയും അതുവഴി നേടാനായില്ല. കുറേ ദിവസത്തെ ആ തണുപ്പും കാറ്റുമൊക്കെ കൊണ്ട് അവിടെ കഴിഞ്ഞു കൂടേണ്ടി വന്നു. അനിശ്ചിതാവസ്ഥയിൽ കഴിയേണ്ടി വന്നു. കുറേ സമ്പത്തും അധ്വാനവും ചെലവഴിക്കേണ്ടി വന്നു എന്നതിൽ കവിഞ്ഞ് എന്ത് നേട്ടവുമായിട്ടാണ് അബൂ സുഫിയാനും ആളുകളും തിരിച്ചുപോയത്? അത് ജബ്ബാർ പറയട്ടെ. എന്നാൽ മുസ്ലിങ്ങൾക്ക് നേട്ടമുണ്ടായെന്ന് ചോദിച്ചാൽ അവർക്കാണ് നേട്ടമുണ്ടായത്. യുദ്ധം നടക്കാതെ പോയത് കൊണ്ട് അവർക്ക് ആളപായം ഉണ്ടായില്ല. ഒരു ചെറിയ ഏറ്റുമുട്ടലിൽ 1-2 ആളുകൾ മരിച്ചുള്ളത് ശരിയാണ്. അതിൻ്റെ മറുഭാഗത്ത് ഏറ്റവും ശക്തനായിട്ടുള്ള കരുത്തനായിട്ടുള്ള ഒരുത്തൻ മറുഭാഗത്ത് മരിക്കുന്നുണ്ട്. അയാളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അത്രയൊന്നും ശക്തരല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ. അതോടൊപ്പമാണ് സ്ത്രീകളുടെ കുട്ടികളുടെ ഒക്കെ സുരക്ഷിതത്വം, നാട്ടിൻ്റെ തന്നെ സുരക്ഷിതത്വമൊക്കെ അവിടെ കൈവന്നിട്ടുള്ളതും. അപ്പോൾ അവിടെ വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, മുസ്ലിങ്ങളാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല.